പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈയിടെ അടുത്തായി ഒരുപാട് വേദനിപ്പിക്കുന്ന മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന അതൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. പെട്ടെന്നും പൊടുന്നനെയും ഉണ്ടാകുന്ന മരണം നമ്മളെയൊക്കെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം. പടച്ച റബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ, ആമീൻ. ഈടെ അടുത്തായി എത്രയെത്ര അപകട മരണങ്ങളാണ് നമ്മൾ കണ്ടത്. എത്രയെത്ര കുടുംബങ്ങളുടെ വേദനയാണ് നമ്മൾ കണ്ടത്. ഓരോ മരണത്തിലും നഷ്ടപ്പെടുന്നത് അവരുടെ കുടുംബത്തിനാണ്. ആ ഒരു വേദനയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. രാവിലെ കളിച്ചും ചിരിച്ചും ടാറ്റയും പറഞ്ഞു പോയ ബഷീർ അനങ്ങാതെയും മിണ്ടാതെയും മുറിവേറ്റ ഒരു മയ്യത്തായി വീട്ടിലേക്ക് വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമുക്ക് സഹിക്കാൻ പറ്റുമോ? ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും പടച്ച റബ്ബ് കൊടുക്കട്ടെ. ആ കുടുംബം ഇതെങ്ങനെ സഹിക്കുമെന്നറിയില്ല. കാലത്ത് ജോലിക്ക് പോയ ഒരു മനുഷ്യനായിരുന്നു മുബഷിർ. ബസ് ഡ്രൈവറായ മുബഷിർ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ഓട്ടോയുമായി ഭാര്യ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ പോകുന്ന വഴിക്കായിരുന്നു ഈ അപകടം നടന്നത്. കോട്ടക്കൽ ഒതുക്കങ്ങലായിരുന്നു ഓട്ടോ മറിഞ്ഞത്. ഓട്ടോ മറിഞ്ഞ് വലിയൊരു താഴ്ചയിലേക്കായിരുന്നു മുബഷിർ വീണത്. വീണ വീഴ്ചയിൽ തന്നെ ഗുരുതരമായ പരിക്കായിരുന്നു മുബഷിറിന്. ഗുരുതരമായി പരിക്കേറ്റ മുബഷിറിനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടുന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് പുലർച്ചെ മുബഷിർ മരണപ്പെടുകയായിരുന്നു. പടച്ച റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകി പടച്ച റബ്ബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ കുടുംബം ഇന്ന് കണ്ണീരിലായി. എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമുക്ക് അവസാനം ദുആ ചെയ്യേണ്ടതുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും നമുക്ക് ദുആ ചെയ്യണം. ഒരു മനുഷ്യൻ്റെ മരണം ഇങ്ങനെയാണ്. മരണത്തിന് പടച്ച റബ്ബ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിത്തരും. നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ ഒരു കാരണം. മുബഷിർ മരണപ്പെട്ടത് ഓട്ടോറിക്ഷ കൊക്കയിൽ മറിഞ്ഞായിരുന്നു എന്ന്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പടച്ച റബ്ബ് മരണത്തിന് ഉണ്ടാക്കിത്തരും. ചിലർ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടായിരിക്കും റബ്ബിലേക്ക് മടങ്ങുക. ചിലർ വളരെ നിസാരമായി മരണപ്പെട്ടേക്കാം. മറ്റു ചിലർ ഒരിക്കലും മറക്കാനാകാത്ത വേദനകൾ തന്നായിരിക്കും റബ്ബിലേക്ക് മടങ്ങുക. അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങളാണ് മരണത്തിന് പടച്ച റബ്ബ് ഉണ്ടാക്കിത്തരിക. നമ്മൾ ഏത് വിധത്തിലായാലും മരണപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. പടച്ച റബ്ബിൻ്റെ വിധി പല തരത്തിലായിരിക്കും. എങ്ങനെയായാലും അവൻ മരണപ്പെടും. പക്ഷേ പടച്ച റബ്ബ് ഓരോ മരണത്തിനും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിത്തരും. അവൻ ഇരുന്ന ഇരിപ്പിൽ മരണപ്പെട്ടു, അവൻ രോഗിയായി മരണപ്പെട്ടു, അവൻ നടക്കുമ്പോൾ മരണപ്പെട്ടു, ആക്സിഡൻ്റായി മരണപ്പെട്ടു. എല്ലാം മരണം തന്നെയാണ്. ഇതുപോലുള്ള മരണങ്ങൾ നമ്മൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ നമുക്ക് പറ്റുള്ളൂ. പടച്ച റബ്ബിൻ്റെ വിധി അങ്ങനെയാണ്. അത്രയേ ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്നോർത്ത് നമ്മൾ സമാധാനിക്കേണ്ടി വരും. എത്രയെത്ര ചെറുപ്പക്കാരാണ് പെട്ടെന്നും പിടുങ്ങനെയും ആക്സിഡൻ്റായും മരണപ്പെട്ടു പോകുന്നത്. എത്രയെത്ര പ്രവാസികളാണ് അറ്റാക്കായി മരണപ്പെടുന്നത്. പാലക്കാടുള്ള അപകട മരണത്തിൽ മരണപ്പെട്ടത് 4 കുഞ്ഞു മക്കളല്ലേ, 4 ചെറിയ പെൺമക്കളല്ലേ മരണപ്പെട്ടത്. ആ ഒരു വേദന നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നും മായും മുമ്പേ എത്രയെത്ര മരണങ്ങൾ പിന്നെയും വന്നു. നമ്മളെന്നും മക്കൾക്ക് വേണ്ടി നമ്മൾ ആഫിയത്തിന് വേണ്ടി എന്നും ദുആ ചെയ്യണം. 5 നേരവും നമ്മൾ മക്കളുടെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. അപ്പോൾ എല്ലാവരും ഈ മരണപ്പെട്ടു പോയ മുബഷിറിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതണം. അപ്പോൾ നമുക്ക് ഈ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് ആരുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കുക എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. പടച്ച റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ.
ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ ഇവർക്ക് കൊടുക്കണ റബ്ബേ. അർഷിന്റെ തണൽ നീ നൽകണ റബ്ബേ. ഇവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു കൂട്ടണേ റബ്ബേ. ഇവരുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബേ. ആരോഗ്യം കൊടുക്കണ റബ്ബേ. ആഫിയത്ത് കൊടുക്കണ റബ്ബേ. റബ്ബേ, ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ. ആ മക്കളുടെ ഖബർ നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ. ആ മക്കൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേ. ആ മക്കൾക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബേ. റബ്ബേ, ഒരുപാട് ആളുകൾ പലവിധ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബേ. അവരുടെയൊക്കെ രോഗത്തിന് നീ എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ നീ നൽകണ റബ്ബേ. അവർക്ക് നീ ആരോഗ്യം കൊടുക്കണ റബ്ബേ. ആഫിയത്ത് കൊടുക്കണ റബ്ബേ. ഹിസ്സത്തും ബർക്കത്തും റഹ്മത്തും സന്തോഷമുള്ള ഒരു ജീവിതം നീ അവർക്ക് കൊടുക്കണമേ റബ്ബേ. റബ്ബേ, ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്തിൽ അകപ്പെട്ട് ഒരുപാട് പേര് കഷ്ടത്തിലാണ് റബ്ബേ. അവരുടെയൊക്കെ രോഗം എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ നീ നൽകണ റബ്ബേ. അവർക്ക് നീ ആരോഗ്യമുള്ളൊരു ജീവിതം നീ കൊടുക്കണ റബ്ബേ. സന്തോഷമുള്ളൊരു ജീവിതം നീ കൊടുക്കണ റബ്ബേ. നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണ റബ്ബേ. ആരോഗ്യം കൊടുക്കണ റബ്ബേ. സന്തോഷമുള്ള ജീവിതം നീ അവർക്ക് കൊടുക്കണ റബ്ബേ. റബ്ബേ, ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ആ പ്രവാസികളുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ. സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ. സ്വർഗം കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബേ. അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ. അവർക്ക് സമാധാനമുള്ളൊരു സന്തോഷമുള്ളൊരു ജീവിതം നീ കൊടുക്കണ റബ്ബേ. ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടുന്ന അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. ആരുടെ മുന്നിലും നാണം കെടുത്തുന്ന അവസ്ഥ നീ അവർക്ക് ഉണ്ടാക്കല്ലേ റബ്ബേ. ഒരുപാട് മക്കൾ യതീമായിട്ടുണ്ട് റബ്ബേ. ആ മക്കളുടെയൊക്കെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബേ. ആ മക്കളെയൊക്കെ നീ നല്ല മക്കളാക്കി തരണ റബ്ബേ. സ്വാലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ. ഉപ്പയില്ലാത്ത വിഷമം സങ്കടം നീ അവരെ അറിയിക്കല്ലേ റബ്ബേ. മക്കളുടെയും കുടുംബത്തിൻ്റെയും മുഴുവൻ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണ റബ്ബേ. ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ. ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ആരും മുഷിപ്പ് തോന്നരുത്. പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുആ ചെയ്യിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.